ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഹോം മെയ്ഡായിട്ട് ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ് വേണ്ടത്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൈര്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവ നന്നായി മിക്സ് ചെയ്യുക ചിക്കനുമായിട്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മണിക്കൂർ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് ഓവർനൈറ്റ് നമ്മൾ വെക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് അത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്ക് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഉള്ളി, ഒരു ചെറിയ ഉള്ളി, അത് നമുക്ക് ഫൈനായിട്ട് നല്ലവണ്ണം ചെറുതായിട്ട് അരിയണം. അതുപോലെ 3 തക്കാളിയാണ് വേണ്ടത്. ഒരു ഉള്ളിക്ക് 3 തക്കാളി എന്നുള്ള രീതിയിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. പിന്നീട് നമുക്ക് ഈ ഒരു ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബട്ടറിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ ബട്ടറാണ്. അമൂലിൻ്റെ ബട്ടർ 10 ഗ്രാമിൻ്റെ 2 ക്യൂബാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നമുക്ക് നല്ലൊരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഇട്ട്, വെള്ളം ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം ഉള്ളിയിട്ട് നമുക്ക് ഉള്ളി ഒരു യെല്ലോ കളറായി മാറുമ്പോൾ തക്കാളി ഇടാം. തക്കാളി ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് ഇടേണ്ടത് ഗരം മസാല, മുളക് പൊടി മാത്രമാണ്. ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പ്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കാഷ്നട്ട് 10 എണ്ണമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതും നമ്മൾ അതിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് 1 ക്യൂബ് ബട്ടർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ശേഷം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂൺ വിനെഗറും 1 ടീസ്പൂൺ പഞ്ചസാരയുമാണ്. ഇത് നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നതാണ്. പിന്നീട് നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഗ്രേവി ഒരു മിക്സിയുടെ ജാറിൽ നമുക്കത് ഫൈനായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ശേഷം നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കന് ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്രേവി, നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഗ്രേവി ഈ ഒരു ചിക്കനുമായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ബട്ടറിൽ തന്നെ ചെയ്യുന്നത്. ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ക്രീമാണ്. ഫ്രഷ് ക്രീമായിട്ട് കിട്ടുന്ന, മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ് ക്രീമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ചിക്കനിലെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫ്രഷ് ക്രീം പരന്ന് കൊടുത്തിട്ട് ഈ ഗ്രേവി ഒരു തിക്കൻ ആവുന്നത് വരെ നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നാനിൻ്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.